പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വാർഷിക ധ്യാനം നന്നായിട്ട് പോണു. ഇന്ന് വെള്ളിയാഴ്ച കുമ്പസാര ദിവസമാണ്. രാവിലെ 10 മണി തുടങ്ങി 12 മണി വരെ രണ്ടച്ഛന്മാരുണ്ടാകും. പിന്നെ വൈകിട്ട് 4 മണി തുടങ്ങി കുമ്പസാരമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട്, അത് അച്ഛൻ്റെ ഇടവകയിൽ മാത്രമല്ല, എവിടെയൊക്കെ ഈ നോമ്പുകാലത്ത് റിട്രീറ്റുകൾ നടക്കുന്നുണ്ട്, അവിടെയൊക്കെ ആഴമായ അനുതാപത്തിലേക്കും യേശുവിലേക്ക് ഒരു വ്യക്തി അടുക്കാനായിട്ട് നമുക്ക് കുറേ കുറവുകളും ബലഹീനതകളൊക്കെ ഉണ്ട്. അതെല്ലാം കർത്താവ് കഴുകി കളഞ്ഞ് യേശുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ കുമ്പസാരം. അതിനെ ഗൗരവമായി കാണാൻ വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. എന്നോട് വചനം പറയാണ്, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ? അതായത് ഞാൻ എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ആ രീതിയിലാണോ? അതിനൊക്കെ നിസ്സാരവൽക്കരിക്കുകയാണോ നീ ചെയ്യുന്നത്? പിന്നെ പറയാണ്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവം. ഇങ്ങനെ കാത്തിരിപ്പ്, നമ്മൾ ഓരോരുത്തരെയും വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവ്. അതായത് ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ, പ്രിയ സഹോദരങ്ങളെ, ഒരു മറുതലിപ്പിൻ്റെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഈശോക്കെതിരെ ചെയ്യുന്ന വലിയൊരു പാപമാണ്. ഈശോ ഇത്രയും നമ്മൾ എത്തൊക്കെ ചെയ്താലും ഈശോ ക്ഷമിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സാരമില്ല, എൻ്റെ മോൻ നാളെ വരും, എൻ്റെ മോള് നാളെ വരും, അവളെ വഴിതെറ്റി പോവില്ല. അതിനായിട്ടുള്ള ഓരോ അവസരങ്ങളാണ് നമ്മുടെ വാർഷിക ധ്യാനങ്ങളും കൺവെൻഷനുകളൊക്കെ. ഈ തിരിച്ചുവരവിനുള്ള ഒരു ദൈവ പൈതലിനുള്ള ക്ഷണമാണ്. അപ്പോൾ അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് എന്ന് സ്വർഗം നമ്മോട് പറയുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ എത്രയോ അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെ ചിലപ്പോഴെങ്കിലും അതൊന്നും സാരമില്ല, ഇതൊന്നും നടക്കണ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും മുദ്ര ചെയ്യുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.